ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു സാരി കഥ പറയട്ടെ. മറ്റൊന്നുമല്ല, എൻ്റെ നാത്തൂൻ്റെ മോളെ കല്യാണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുന്നേ ഉള്ള വീഡിയോയിൽ. അപ്പം അത് രസകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു സാരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കല്യാണത്തിന് ഉടുക്കാനായിട്ടേ. മാമിയാണേ, അപ്പം അടിപൊളിയായിട്ടൊക്കെ ചെത്തിപ്പോട്ടെ. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ തയ്യക്കടയിൽ കൊണ്ടുവന്ന് വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സാരി തയ്യക്കടയിൽ കൊണ്ടുവന്നു അതേപടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഉണ്ട്, ലൈനിങ്ങിൻ്റെ തുണി ഞാൻ വാങ്ങിച്ചു കൊടുത്തു, വിത്ത് ബ്ലൗസ് ഉണ്ട്, ഇത് നിങ്ങൾ നോക്കിയിട്ട് ബ്ലൗസ് തയ്ക്കണേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ ബ്ലൗസ് തയ്ച്ച് കിട്ടി. ഞാൻ ബ്ലൗസ് ഇട്ട് നോക്കി, ബ്ലൗസൊക്കെ കറക്റ്റ് തന്നെ. അത് കൊല്ലം മടക്കി ഞാൻ വച്ചു. കല്യാണ ദിവസമായി ഞാൻ അവിടെ കൊണ്ടു ചെന്ന്. അപ്പം എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ സാരി ഉടുക്കാനായിട്ട് പോയത്. അപ്പോൾ സാരി ഉടുക്കാനായിട്ട് അടിപൊളിയായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ ഇത് കണ്ടോ നിങ്ങൾ, ഇതിന് അടിപൊളിയായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് സൂപ്പറായിട്ട് കുത്തി റെഡിയാക്കി കറക്റ്റാക്കി വച്ചിരിക്കുകയായിരുന്നു കേട്ടോ. സൂപ്പർ സാരിയായിരുന്നു, നല്ല സാരി, നല്ല സെറ്റായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിരുന്നു, തേച്ച് കറക്റ്റായിട്ട് വെച്ചിരുന്നു. അങ്ങനെ എടുത്ത് ചുറ്റിയപ്പോഴോ ഞൊറുമില്ല, ആകെ രണ്ട് ഞൊറു. എന്ത് ചെയ്യാനെന്നാ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വിത്ത് ബ്ലൗസിന് എടുക്കണ്ടായിരുന്നു, വിത്ത് ബ്ലൗസ് ഇല്ലായിരുന്നു. ഇത് സാരിയുടെ ഞാൻ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇതിന് വിത്ത് ബ്ലൗസിന് മുറിക്കണമെന്ന്. അപ്പോൾ അവർ നോക്കിയിട്ടില്ല, വിത്ത് ബ്ലൗസിന് ഇതിൽ നിന്നങ്ങ് മുറിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വിത്ത് ബ്ലൗസിനല്ലായിരുന്നു, പിന്നെ സാരിയുടെ എൻഡായിരുന്നു എന്ന്. പിന്നെ എന്ത് ചെയ്തെന്നോ, എന്തായാലും കൊച്ചച്ഛൻ്റെ മോൻ്റെ ഭാര്യയുടെ സാരി, ആ ബ്ലൗസിന് ചേർന്ന ഇതേ ബ്ലൗസ്, ഇതായിരുന്നു ബ്ലൗസ്, ഇതിനുള്ള ബ്ലൗസായിരുന്നു ഇത്. അപ്പോഴേ ഈ ബ്ലൗസിനൊത്ത സാരി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടു, മാനം പോയില്ല. ഇല്ലെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പോകേണ്ട ഗതിയായിരുന്നു. ഞാൻ ആരെങ്കിലും ഈ സാരി കണ്ടാനേ, പക്ഷേ അതേ കളറിലെ ബ്ലൗസിന് ഞാൻ എവിടെ പോകും. അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു അമളി എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ശരി, ഇത്രയും വെറുതെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്രയല്ല, എന്നാലും ഞാൻ കല്യാണം അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ല അടിപൊളി സാരി, ഇതിനെക്കാട്ടി സൂപ്പർ സാരിയാണ് എനിക്ക് വേറെ കിട്ടിയത്. അപ്പോൾ അത് ആ സാരി എടുത്തപ്പം നന്നായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കല്യാണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോയിൽ ആ സാരി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കാണുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, സിനി സന്തോഷ്.